അപ്പോൾ ജോബി, നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന വീഡിയോയിൽ നമ്മൾ ചാർജസിനെ പറ്റി പഠിച്ചു. രണ്ട് തരം ചാർജസ് ഉണ്ട്, പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും. ഇതൊക്കെ വെറും പേരാണെന്ന് മനസ്സിലാക്കുക. പിന്നെ എങ്ങനെയാണ് മെറ്റീരിയൽസിനെ ചാർജ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഇങ്ങനെ വരച്ചിട്ട് ട്രൈബോ ഇലക്ട്രിക് ചാർജിങ് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. അതിന് സ്പെസിഫിക് ഒരു സാധനത്തിനെ, ഒരു മെറ്റീരിയലിനെ ചാർജ് ചെയ്യാൻ നമ്മളൊരു സ്പെസിഫിക് വേറൊരു സ്പെസിഫിക് മെറ്റീരിയൽ വെച്ചിട്ട് ചാർജ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഗ്ലാസിനെ സിൽക്ക് തുണി കൊണ്ട്, പ്ലാസ്റ്റിക്കിനെ മറ്റേ കമ്പിളി അല്ലെങ്കിൽ മുടിയുടെ മെറ്റീരിയൽ അതൊക്കെ വെച്ചിട്ട് ചാർജ് ചെയ്യണം. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ കണ്ടക്ടേഴ്സിന് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ചാർജിങ് മെക്കാനിസം ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ വഴി നമുക്ക് ചാർജ് ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഈ പഠിച്ച, അതായത് ആൾക്കാർ പഠിച്ച ചാർജസിനെയൊക്കെ പറ്റിയിട്ട് അവർ കുറെ ഒന്ന് രണ്ട് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കി. ആ പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഈ വീഡിയോ തുടങ്ങുന്നത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. ചാർജ് ഇസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. അതൊരു വെക്ടർ അല്ല. പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും ഉണ്ടെങ്കിലും കൂടി നെഗറ്റീവ് ചാർജസ് ഒക്കെ ഉള്ളത് കാരണം അത് വെക്ടർ ആണെന്ന് വിചാരിക്കേണ്ട. അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ചാർജസ് ആഡപ്പ് ആൾജിബ്രൈക്കലി എന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോ ഇതാ ഒരു ചാർജ് Q1 ഈക്വൽ ടു +2 യൂണിറ്റ്സ് എന്നുള്ള ഒരു ചാർജ് ഉണ്ടെന്ന് വെക്കുക. യൂണിറ്റിനെ പറ്റി നമ്മളിപ്പോൾ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഏതോ ഒരു യൂണിറ്റിലാണ് ഈ +2 എന്നുള്ള വാല്യൂ. അതേമാതിരി വേറൊരു ചാർജ് Q2 -3 യൂണിറ്റ്സിലാണെന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ഈ രണ്ട് ചാർജസിനെയും ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ഈ കൂട്ടത്തിന്റെ, ഈ കളക്ഷന്റെ നെറ്റ് ചാർജ് വന്നിട്ട് Q ഈസ് ഈക്വൽ ടു 2 + -3 ഈക്വൽ ടു -1 യൂണിറ്റ് ആയിരിക്കും. ഇത് ഇനിയിപ്പോ രണ്ട് ചാർജ് അല്ല, 10, 12, 100 എത്ര ചാർജസ് ആയാലും ഇതേമാതിരി ഒരുമിച്ച് കൊണ്ടുവന്നാൽ ആ കളക്ഷന്റെ നെറ്റ് ചാർജ് വന്നിട്ട് ആ ഓരോ ചാർജും ആഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആയിരിക്കും. അതായത് സൈനൊക്കെ ചേർത്തിട്ട് ആഡ് ചെയ്യണം. അതായത് മൈനസ് ഒക്കെ ആണെങ്കിൽ ആ മൈനസും ചേർത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ആ നെറ്റ് ചാർജ്. അല്ല ജിൻ, ഇതെന്താ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം? അത് അങ്ങനെ തന്നെയല്ലേ ആയിരിക്കുള്ളൂ? അല്ല ജോബി, അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ജോബി വിചാരിക്കുന്നത്. അത് ജോബി ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ജോബിക്ക് അറിയാം ഇപ്പോ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെയാണ് ചാർജസ് എന്ന് അറിയാം. അല്ല, പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോണിന്റെ ഒരു സിംഗിൾ പ്രോട്ടോണിനുള്ള ചാർജാണ് ഒരു പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് അയോൺസ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് അയോണിൽ ചിലപ്പോ 2 or 3 പോസിറ്റീവ് ചാർജസ് ഉണ്ടാവും. അതായത് ആ ആറ്റം അല്ലെങ്കിൽ ആ ആറ്റത്തിൽ നിന്ന് 3 ഇലക്ട്രോൺസ് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ഒരു +3 പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോ ഇതേമാതിരി പോസിറ്റീവ് അയോൺസും ഇലക്ട്രോൺസും നെഗറ്റീവ് അയോൺസും പലതരം പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും എല്ലാം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നാൽ നെറ്റ് ചാർജ് വന്നിട്ട് ആ ചാർജസിനെയൊക്കെ ആൽജിബ്രൈക്കായിട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചാർജാണ്. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം ഇത് നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല. ഇതൊരു ഒബ്സർവേഷനാണ്, ഒരു എക്സ്പെരിമെന്റലായിട്ട് കണ്ടുപിടിച്ച കാര്യമാണ്, ഇല്ലേ? ഇപ്പൊ 2-3 ഇപ്പൊ ഇതേമാതിരി ഒരു Q1 എന്ന് പറഞ്ഞ ഒരു ചാർജ് ഉണ്ട്, Q2 എന്ന് പറഞ്ഞൊരു -3 ചാർജ് ഉണ്ട്. ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരുമ്പോ -1 ആണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇത് തിയററ്റിക്കലായിട്ട് ഡെഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് നമ്മൾ എക്സ്പെരിമെന്റലായിട്ട് കണ്ടുപിടിച്ചാണ്. അതെന്താ അങ്ങനെ പറയണത്? ജോബി, ഇതിപ്പോ ജോബിക്ക് ഇതിനെപ്പറ്റി അറിയുന്നതുകൊണ്ടാണ് ഇതിലെന്താണ് പുതുമ എന്ന് പറയാൻ തോന്നുന്നത്. ഒരു അനോളജി എടുക്കാം. ഓക്കെ, ഇത് എത്ര അപ്രോപ്രിയേറ്റ് ആണെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു അനോളജി എടുക്കാം. ഒരാൾക്കുള്ള ധൈര്യം, കറേജ്. ഒരാൾക്കുള്ള ധൈര്യം എന്നുള്ള പ്രോപ്പർട്ടി ഇപ്പൊ അയാളുടെ കൂടെ വേറെ കുറെ ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് അയാളുടെ ഫ്രണ്ട്സൊക്കെ കൂടിയാല് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ധൈര്യം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി മാറും, ഇല്ലേ?
ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ വേറെ കുറെ ആൾക്കാർ നമ്മുടെ സഹായത്തിനുണ്ടെങ്കിൽ നമ്മുടെ ധൈര്യം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യും, അല്ലേ? ധൈര്യം എന്ന് പറയുന്നത് ഒരു ആബ്സ്ട്രാക്ട് ഒരു ഐഡിയ ആണ്. എന്നാലും അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ഇതേമാതിരി ചാർജ് എന്ന് വെക്കുക. അപ്പോൾ ഒരു ചാർജിന്റെ ഒരു ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടി, ഒരു ഇലക്ട്രിക് ചാർജ് ഇപ്പോൾ 2 ആണെന്ന് വെച്ചാല് വേറെ അടുത്ത് ഒരു ചാർജ് കൊണ്ടുവന്നാൽ അത് മാറാൻ പാടില്ല എന്നുള്ള റൂളൊന്നും നമ്മൾ മുൻകൂട്ടി കാണാൻ പറ്റില്ല. അത് എക്സ്പെരിമെന്റലായിട്ട് കണ്ടുപിടിക്കുന്നതാണ്. രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു മൈനസ് ചാർജ് ഉണ്ട്, പിന്നെ വേറൊരു ഇലക്ട്രോൺ ദൂരെ വേറൊരു മൈനസ് ചാർജ് ഉണ്ട്. ഈ രണ്ട് ഇലക്ട്രോണിനെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെച്ചാല് ഈ ഓരോ ഇലക്ട്രോണിന്റെയും ചാർജ് അങ്ങനെ തന്നെ ഇരിക്കും. അതായത് ഈ ഇലക്ട്രോണിന്റെ ചാർജ് -1 ആണെങ്കിൽ ഈ ഇലക്ട്രോണിന്റെ ചാർജ് -1 ആണ്. ഇത് രണ്ടും കൂടെ കൊണ്ടുവരുമ്പോൾ ഇതിന്റെ നെറ്റ് ചാർജ് -2 ആയിരിക്കും. അതായത് ഇതിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഇതിന്റെ ചാർജ് മാറുന്നില്ല, ഇതിന്റെ ചാർജ് മാറുന്നില്ല. അപ്പൊ അതായത് ഈ ചാർജസ് ഒക്കെ കൂട്ടത്തിലിരുന്നാലും തന്നെ ഇരുന്നാലും അത് അതേ തന്നെ ആയിട്ടിരിക്കും. ഇതൊരു എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനാണ്. ഇതിപ്പോ നമുക്ക് മുൻകൂട്ടി അങ്ങനെ ആവാൻ പാടുള്ളൂ, ഇപ്പൊ ജോബി പറഞ്ഞില്ലേ, അത് അങ്ങനെയല്ലേ ആവാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ജോബി ഇത് അറിഞ്ഞുകൊണ്ട് ഈ ഐഡിയ വെച്ചിട്ട് പഴകിയതുകൊണ്ട് പറയാണ്. അപ്പോൾ ഇതൊരു എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനാണ്. അത് എടുത്ത് പറയണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. ആൾക്കാർ ഡിസ്കവർ ചെയ്തത് ഈ ചാർജ് എന്ന് പറയുന്നത് ഒരു ആൾജിബ്രായിക്കായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അത് കുറെ ചാർജസിനെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അതിന്റെ ഓരോ ചാർജും മാറണില്ല, അതങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ ക്യാൻസലേഷനും ന്യൂട്രലൈസ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല പറയണത് കേട്ടോ. ഇപ്പോൾ ഒരു നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും കൂടി ചേർത്താൽ അത് ന്യൂട്രലൈസ്ഡ് ആവും. അത് വേറെ കാര്യം, അതല്ല ഞാൻ പറയുന്നത്. ഒരു ചാർജ് എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി അത് വേറെ ചാർജസ് കൊണ്ടുവരുമ്പോൾ അത് മാറില്ല. ഇപ്പൊ ഈ നമ്മുടെ ഒരാളുടെ ധൈര്യം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വേറെ ആൾ വരുമ്പോൾ ആ ധൈര്യം എന്ന ഒരു ഇൻഡിവിജ്വലിന്റെ പ്രോപ്പർട്ടി മാറുകയാണ്, അല്ലേ? നമുക്ക് കൂടുതൽ ധൈര്യം വരികയാണ്. അതുമാതിരി അല്ല ഈ ചാർജ് എന്ന് പറയണം. അത് നമ്മൾ എടുത്ത് പറയണം. ഇറ്റ് ഇസ് നോട്ട് നമുക്ക് തിയററ്റിക്കലായിട്ട് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇതൊരു പ്രിൻസിപ്പിളായിട്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ശരി. അടുത്ത പ്രോപ്പർട്ടി, ദ നെറ്റ് ചാർജ് ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം ഇസ് കൺസേർവ്ഡ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് റോഡ്, ഒരു പോസിറ്റീവ്ലി ചാർജ് ഗ്ലാസ് റോഡ്, അതെങ്ങനെ പോസിറ്റീവ് ചാർജ് ആയത്? ഒരു സിൽക്ക് തുണി വെച്ച് വരച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ പോസിറ്റീവ് ചാർജ് ഗ്ലാസ് റോഡും ഇതേമാതിരി ഒരു സിൽക്ക് തുണിയും ഈ രണ്ടും കൂടെ ചേർന്നിട്ട് ഈ ഒരു കോമ്പിനേഷന്റെ ചാർജ് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ചാർജ് ചെയ്യുന്നതിന് മുമ്പ്, ഇതിനെ വരച്ചിട്ട് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഇത് രണ്ടും ന്യൂട്രൽ ആയിരുന്നു, ഇല്ലേ? ചാർജ് ചെയ്തതിന് ശേഷം ഇതിന്റെ കുറെ ഇലക്ട്രോൺസ് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ രണ്ടെണ്ണം ഒരുമിച്ചെടുത്താല് ടോട്ടൽ ചാർജ് മാറിയിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത്. ദ നെറ്റ് ചാർജ് ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം ഇസ് കൺസേർവ്ഡ്. അതായത് ഇതാണ് ഇവിടുത്തെ ക്ലോസ് സിസ്റ്റം. ഇതാണ് ക്ലോസ് സിസ്റ്റം. ക്ലോസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ പുറമെ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. അതായത് വേറെ ഇത് രണ്ടിന്നും വേറെ ഇതിന്ന് വെളിയിലൊന്നും പോകാൻ പാടില്ല, ഇതിന്റെ ഉള്ളിലേക്ക് വേറെ ഒന്നും വരാൻ പാടില്ല. നോ ഇൻപുട്ട്, നോ ഔട്ട്പുട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെയാണ് ക്ലോസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലാസ് റോഡും ഈ സിൽക്ക് തുണിയും ഒരുമിച്ച് ആയിട്ടൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്താൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് മാറാതിരിക്കും. അതങ്ങനെ തന്നെയാണ്, അല്ലേ? ഇതിൽ ഉള്ള കുറച്ച് ഇലക്ട്രോൺസ് ഇതിൽ പോയിന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ ചാർജസ് ആഡ് ചെയ്യുമ്പോൾ അത് മാറിയിട്ടില്ല. അപ്പൊ ഇതാണ് കാര്യം. ഇതൊക്കെ നമുക്കിപ്പോ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. കാരണം നമുക്കറിയാം ഈ പോസിറ്റീവ് ചാർജസ് ഇവിടുന്ന് ഇലക്ട്രോൺസ് എടുത്തതുകൊണ്ടാണ്, ഇതിന്റെ നെഗറ്റീവ് ചാർജസ് ഇവിടുത്തെ ഇലക്ട്രോൺസിൽ പോയിരിക്കണോണ്ടാണെന്നൊക്കെ അറിയാം. പക്ഷെ ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ ഈ പ്രിൻസിപ്പിളൊക്കെ അവര് എക്സ്പെരിമെന്റലായിട്ട് കണ്ടുപിടിച്ചു. അതായത് ചാർജസ് ആർ നോട്ട് ഒരു ക്ലോസ് സിസ്റ്റത്തിൽ ചാർജസ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുമൊന്നുമില്ല. ഓക്കെ, ഈ ഹൈ എനർജി ഫിസിക്സിലൊക്കെ നമ്മളിപ്പോ ഒരു ആക്സിലറേറ്റർ, ഇപ്പോൾ ഹൈ എനർജി ഫിസിക്സ് ഒക്കെ പഠിക്കണേ, അതായത് പ്രോട്ടോൺസിന്റെയും ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ അവരെങ്ങനെ പഠിച്ചത്? ഇങ്ങനെ ഒരു മെറ്റീരിയലിനെ വേറെ കുറെ
ഹൈ എനർജി ബീം ഓഫ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് കൊളൈഡ് ചെയ്യിപ്പിച്ചിട്ടാണ്. അങ്ങനെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാ പൊട്ടിത്തെറിക്കണമെന്നൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ ന്യൂക്ലിയസിന്റെയും പ്രോട്ടോണിന്റെയും ഇതിന്റെയൊക്കെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അവര് കണ്ടുപിടിക്കാൻ നോക്കുന്നതും. ഓക്കെ, അപ്പോ അവര് പറഞ്ഞത്, അപ്പൊ ക്ലോസ് സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇതേമാതിരി കംപ്ലീറ്റ് ഒരു അപ്പൊ ഓക്കെ, അപ്പൊ അങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോ പാർട്ടിക്കിൾസ് ഒക്കെ ക്രിയേറ്റഡ് ആവും. അതായത് പെട്ടെന്ന് ഒരു പ്രോട്ടോണും ഒരു പോസിട്രോണും ഇലക്ട്രോണൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഉണ്ടാവുമ്പോഴും കൂടി പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ അമൗണ്ട്സ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോ നെറ്റ് ചാർജ് എപ്പോഴും കൺസേർവ്ഡ് ആയിട്ടാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതൊരു പ്രിൻസിപ്പിളാണ്, ഒരു ഗ്ലോബൽ പ്രിൻസിപ്പിളാണ്. ഈ ഒരു കാര്യം ഒരിക്കലും വയലേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടില്ല. ഇതേമാതിരി ഹൈ എനർജി എക്സ്പെരിമെന്റ്സിലും ഇങ്ങനെ പെട്ടെന്ന് ഒരു പോസിട്രോണും ഇലക്ട്രോണൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ ആ നെറ്റ് ചാർജ് പിന്നെയും സീറോ അല്ലേ? പോസിട്രോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, നെറ്റ് ചാർജ് പണ്ടും സീറോ, ഇപ്പോഴും സീറോ. ഓക്കെ, അതായത് പോസിട്രോണും ഇലക്ട്രോണും ഉണ്ടാവുന്നതിന് മുമ്പ് നെറ്റ് ചാർജ് സീറോ ആയിരുന്നു. ഒരു പോസിട്രോണും ഇലക്ട്രോണും ഉണ്ടായപ്പോൾ ആ ഹൈ എനർജി എക്സ്പെരിമെന്റിൽ അപ്പോഴും സീറോ ആണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഇതിനെ ഒരിക്കലും വയലേറ്റ് ചെയ്യണതായിട്ട് കണ്ടിട്ടേ ഇല്ല. അതേമാതിരി തന്നെ ഇതും ഒരിക്കലും തെറ്റായിട്ട് വന്നതേ കണ്ടിട്ടില്ല. ഇതൊക്കെ ഒരു ഗ്ലോബൽ പ്രിൻസിപ്പിൾസ് ആണ്. ഈ ഗ്ലോബൽ പ്രിൻസിപ്പിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പുതിയൊരു ഡൊമൈൻ അല്ലെങ്കിൽ പുതിയൊരു ഫീൽഡിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. കാരണം എന്തെങ്കിലും വേണ്ടേ പിടിച്ചു നിൽക്കാൻ. അങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള കാര്യങ്ങളാണ് ഇതേമാതിരിയുള്ള ഗ്ലോബൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇനി എനി ചാർജ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. അത് നമുക്കറിയാം, അത് നമ്മൾ ഇപ്പൊ കുറേയായി പറയുന്നു. എനി ചാർജ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദ ചാർജ് ഇലക്ട്രോൺ. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഉണ്ടെങ്കിൽ അത് എവിടെയായാലും ശരി, ഏതൊരു കളക്ഷൻ ആയാലും ശരി, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ അതിന്റെ യൂണിറ്റിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ എന്തായാലും ഈ ഇലക്ട്രോണിന്റെ ചാർജിന് ഒരു യൂണിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോ ഈ ക്യൂ എന്ന് പറയുന്നത് ഏതൊരു കളക്ഷൻ ഓഫ് ചാർജ് ആയാലും ശരി, ആ ചാർജ് ഈ ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ എൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അങ്ങനെയല്ലേ നമുക്ക് നെഗറ്റീവ് ചാർജസും പോസിറ്റീവ് ചാർജസും കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ദിസ് ഈസ് കോൾഡ് ചാർജ് ക്വാണ്ടൈസേഷൻ. ചാർജ് ക്വാണ്ടൈസേഷൻ, നമ്മൾ ഈ വാക്ക് ക്വാണ്ടൈസേഷൻ നിങ്ങൾ കേട്ടിരിക്കുന്നത് ഈ ആറ്റത്തിന്റെ എനർജി ലെവൽസിനെ പറ്റി പഠിക്കുമ്പോഴായിരിക്കും ആദ്യം കേട്ടത്, അല്ലേ ജോബി? അതെ. അപ്പോ ഈ ഒരു ആറ്റത്തിന്റെ എനർജി ലെവൽസ് ക്വാണ്ടൈസ്ഡ് ആണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അവിടെയാണ് ആ വാക്ക് ക്വാണ്ടൈസേഷൻ എന്ന് നമ്മൾ മിക്കവാറും ആദ്യം കേട്ടിട്ടുണ്ടാവുക. അതായത് ഒരു ആറ്റത്തില് അതിന്റെ ഇലക്ട്രോൺസിന്റെ എനർജി ഏതെങ്കിലും വാല്യൂ ആവാൻ പറ്റില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യാനൊന്നും പറ്റില്ല, ഡിസ്ക്രീറ്റ് ആണ്. കുറച്ചിങ്ങനെ പെർട്ടിക്കുലർ എനർജി ലെവൽസ് ഒരു ഇലക്ട്രോൺ ഒരു ആറ്റത്തിന് അനുവദിച്ചിട്ടുള്ളൂ. ഒരു ഇലക്ട്രോണിന്, ഒരു ആറ്റത്തിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിന് ഇങ്ങനെ എനർജി കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഡിസ്ക്രീറ്റ് വാല്യൂസിന്റെ ഉള്ളിലെ ആ ഇലക്ട്രോണിന്റെ എനർജി ഒരു ആറ്റത്തിൽ ഇരിക്കുമ്പോൾ വേരി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെയാണ് ക്വാണ്ടൈസേഷൻ എന്നുള്ള വാക്ക് നമ്മൾ ആദ്യം കേട്ടിരിക്കുന്നത്. എന്തായാലും ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി ഇങ്ങനെ ഒറ്റപ്പെട്ട വാല്യൂസ് ഉള്ളപ്പോ, ഇങ്ങനെ ഒറ്റപ്പെട്ട വാല്യൂസ് ഇരിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്ന് പറയാ. അങ്ങനത്തെ ഒരു സിംഗിൾ വാല്യൂവിനെ ക്വാണ്ടം എന്ന് പറയും. അപ്പൊ ഇവിടെ ചാർജിന്റെ ക്വാണ്ടം എന്ന് പറയുന്നത് ഇലക്ട്രോണാണ്. ഒരു ചാർജിന്റെ ഇപ്പൊ എനർജി ക്വാണ്ടം എന്ന് പറയും. അതായത് ആ എനർജി ബണ്ടിൽ, ഒരു പാക്കറ്റ് ഓഫ് എനർജി, ഒരു ബണ്ടിൽ ഓഫ് എനർജി, അതിനാണ് ഒരു എനർജി ക്വാണ്ടം എന്ന് പറയാം. ഇവിടെ എനർജിനെ പറ്റിയിട്ടല്ല നമ്മൾ പറയണത്, ചാർജിന്റെ ക്വാണ്ടൈസേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ചാർജിന്റെ ക്വാണ്ടം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ ചാർജാണ്. അതിനെക്കാട്ടിലും താഴെ ഒരു ചാർജ് ഇല്ല. അതൊരു വലിയ സംഭവമാണ്. അതും എക്സ്പെരിമെന്റലായിട്ട് കണ്ടുപിടിച്ചാണ്. ഇതുവരെ ആൾക്കാര് ഇലക്ട്രോണിനെ ചൂഴ്ന്നു നോക്കിയിട്ടും തല്ലിപ്പൊട്ടിക്കാൻ നോക്കിയിട്ടും അതിനെ പറ്റിയിട്ട് അത് സാധിച്ചിട്ടില്ല. ഓക്കെ, 10⁻⁻18 മീറ്റേഴ്സ് വരെ അവർ ചൂഴ്ന്നു നോക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇലക്ട്രോണിന് വേറെ സബ്സ്ട്രക്ചർ കണ്ടുപിടിച്ചിട്ടില്ല.
ഇലക്ട്രോൺ ഒറ്റ പാർട്ടിക്കിൾ ആയിട്ടാണ് ഇതുവരെ അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് an electron is a true fundamental particle. അതായത് ഇലക്ട്രോണിനെ തല്ലി പൊടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പ്രോട്ടോണിന്റെ ഉള്ളില് ക്വാർക്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ക്വാർക്സിന് +or-1/3 ഇല്ലെങ്കിൽ +or-2/3 ചാർജ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ക്വാർക്സിനെ തനിയെ കണ്ടിട്ടില്ല, അങ്ങനെ തന്നെ കാണുമെന്ന് തന്നെ അറിയില്ല. ഒറ്റപ്പെട്ട നിലയിലെ ക്വാർക്സിനെ എവിടെയും കണ്ടിട്ടില്ല, അങ്ങനെ കാണുമെന്ന് തന്നെ അറിയില്ല. അതിന്റെ ക്വാർക്സിന്റെ ചാർജ് ഈ പ്രോട്ടോണിലൊക്കെ ഉള്ള ക്വാർക്സിന്റെ ചാർജ് +or-1/3 ആണ്, +or-2/3 ആണെന്നൊക്കെ അവർക്ക് അറിയാം, ആൾക്കാർക്ക് അറിയാം, സയന്റിസ്റ്റിന് അറിയാം. പക്ഷെ അതിനെ തന്നെ കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങനെ തന്നെ ഒറ്റപ്പെട്ട നിലയിൽ ഇരിക്കണം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒറ്റപ്പെട്ട നിലയിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണാണ്. അപ്പൊ ഈ N എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. ഒരു പോസിറ്റീവ് ചാർജ് ആവുമ്പോൾ N പോസിറ്റീവ് ആയിരിക്കും. ഇലക്ട്രോണിന്റെ ചാർജ് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ മാഗ്നിറ്റ്യൂഡ് ചാർജ്. ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് ആണല്ലോ, പക്ഷെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഒരു പോസിറ്റീവ് ചാർജ്, ഒരു കളക്ഷൻ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ N പോസിറ്റീവ് ആയിരിക്കും. ഈ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡാണ്, അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ N നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -3 എന്ന് പറയുമ്പോൾ E എന്ന് പറയുന്നത് അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ -3 ഏത് യൂണിറ്റ് ആണ്? ഇലക്ട്രോണിന്റെ ചാർജിന്റെ യൂണിറ്റ്. ഇലക്ട്രോണിന്റെ ചാർജ് ഏത് യൂണിറ്റിലാണെന്ന് ഞാൻ പിന്നെ പറയും. പക്ഷെ ആ ഇലക്ട്രോണിന്റെ ചാർജിന്റെ യൂണിറ്റ്, അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ആ യൂണിറ്റിലാണ് ഞാൻ ഇവിടെ -3 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ N എന്ന് പറയുന്നത് -3 ആണ്. ഓക്കെ, ഇവിടെ N എന്ന് പറയുന്നത് ഇവിടെ ഈ കേസിൽ -3 ആണ്, ഇവിടെ N എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോ ഇതൊക്കെ ഈ 3 കാര്യങ്ങളും ഒരു ഗ്ലോബൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇതിനൊന്നും ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇതൊക്കെ എവ്രിവെയർ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ്. ഇതിന് ഒരു വയലേഷനും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ 3 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് ചാർജസിനെ പറ്റി പറയാനുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോണത്. ഇതൊന്നും ശരിയായില്ലെങ്കിലേ നമ്മുടെ തിയറിയൊക്കെ കുറച്ചും കൂടെ അല്ല, ചിലപ്പോൾ വളരെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുമായിരുന്നു. അതായത് ഒരു ഇലക്ട്രോണിന്റെ അടുത്ത് വേറെ ഇലക്ട്രോൺ കൊണ്ടുവരുമ്പോൾ ഓരോ ഇലക്ട്രോണിന്റെയും ചാർജ് മാറണം എന്നൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിലേ അത് നമ്മുടെ തിയറീസിനൊക്കെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കിയത് തന്നെ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ജോബിക്ക് അറിയുമെന്നറിയില്ല, നമ്മുടെ ലോകത്തില് 4 തരം ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ട്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു 5ാമത്തെ ഫണ്ടമെന്റൽ ഫോഴ്സ് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുണ്ടായിരുന്നു, പക്ഷെ അത് തെറ്റായിരുന്നു എന്ന് ആൾക്കാർക്ക് മനസ്സിലായി. ഇതുവരെ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ്. അതെന്തൊക്കെയാ അറിയോ? അതിന്റെ പേരുകൾ ജോബിക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഒരു ഫോഴ്സിന്റെ പേര് സ്ട്രോങ് ഫോഴ്സ് എന്നാണ്. ഈ സ്ട്രോങ് ഫോഴ്സ് നമ്മുടെ ന്യൂക്ലിയസിലുള്ള ഫോഴ്സാണ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ, അതായത് ഈ പ്രോട്ടോൺസ് ഒക്കെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടും കൂടി ആ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷനെ എതിർത്തിട്ട് ഈ പ്രോട്ടോൺസിനെ ഒരു 10⁻⁻15 മീറ്റേഴ്സിന്റെ ഉള്ളില് ഒതുക്കി നിർത്തണ ഫോഴ്സാണ് ഈ സ്ട്രോങ് ഫോഴ്സ്. അതായത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷനെ എതിർത്തിട്ട് ഈ പോസിറ്റീവ് പ്രോട്ടോൺസിനേക്കാൾ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളില് ഒതുക്കി നിർത്തുന്ന ഫോഴ്സാണ് സ്ട്രോങ് ഫോഴ്സ്. അപ്പോ അതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. അപ്പോൾ അതിന് നമുക്കിപ്പോ ഒരു വാല്യൂ 1 എന്ന് കൊടുക്കാം. ഈ സ്ട്രെങ്ത് ഇവിടെ എഴുതിയിരിക്കുന്നത് റിലേറ്റീവ് സ്ട്രെങ്ത് ആണ്. അതായത് നമ്മൾ സ്ട്രോങ് ഫോഴ്സിന് ഒരു ആർബിട്രറി വാല്യൂ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന് അതിന്റെ 100-1 ശക്തിയുള്ളൂ. അതുകൊണ്ടാണ് ഈ ന്യൂക്ലിയസിന്റെ ഉള്ളില് ഈ പ്രോട്ടോൺസിനേക്കാൾ ഒതുക്കി നിർത്താൻ പറ്റുന്നത്. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന് സ്ട്രോങ് ഫോഴ്സിനെക്കാട്ടിലും വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, അതിന്റെ റേഞ്ച്. ഈ സ്ട്രോങ് ഫോഴ്സ് വളരെ ഷോർട്ട് റേഞ്ച്ഡ് ഫോഴ്സ് ആണ്. അതായത് ഈ ന്യൂക്ലിയസിന്റെ റേഡിയസിന്റെ ഒക്കെ ഉള്ളു വരെ, ആ ലെങ്ത് വരെ അത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അത്രയേ ഉള്ളൂ റേഞ്ച്. അത് കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് ആവും. അപ്പോൾ ഈ 10⁻⁻15 മീറ്റേഴ്സ് കഴിഞ്ഞാൽ ആ ഫോഴ്സ് കട്ട് ഓഫ് ആവും. ഇതിന്റെ ഉള്ളിലേ അതിന് റേഞ്ച് ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന് അങ്ങനെയല്ല, ഇൻഫിനിറ്റ് റേഞ്ച് ആണ്. അതായത് ഒരു ഇലക്ട്രോണോ ഒരു 10 ഇലക്ട്രോണോ ഒരു പോസിറ്റീവ് അയോണോ എവിടെയെങ്കിലും വെച്ചാൽ അതിന്റെ എഫക്ട് എത്ര ദൂരം പോയാലും നമുക്ക് അതിന്റെ ഒരു എഫക്ട് ഉണ്ടാവും. വളരെ ചെറുതായിരിക്കും വളരെ ദൂരം പോകുമ്പോൾ, എന്നാലും അതിനൊരു എഫക്ട് ഉണ്ടാവും. സ്ട്രോങ് ഫോഴ്സിന് അങ്ങനെയല്ല.
10⁻15 meters കഴിഞ്ഞാൽ അത് അങ്ങനെ 0 ആയിട്ട് മാറും. ഓക്കെ. പിന്നെ വേറൊരു തരം ഫോഴ്സ് ഉണ്ട്, അതും ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സാണ്. ഇതിനെ വീക്ക് ഫോഴ്സ് എന്ന് പറയും. അതിന്റെ സ്ട്രെങ്തും വളരെ സ്മോൾ ആണ്, 10⁻6 ആണ്. അതിന്റെയും റേഞ്ച് വളരെ സ്മോൾ ആണ്, 10⁻18 meters ആണ്. പിന്നെ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതെങ്ങനെയാണ് ഇത്ര വീക്കായിട്ട് നമുക്ക് അത് അനുഭവപ്പെടണമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ സ്ട്രെങ്ത് സ്ട്രോങ് ഫോഴ്സിനെ വെച്ചിട്ടാണ് ഇതിന്റെ സ്ട്രെങ്ത് ഒക്കെ ഇട്ടിരിക്കുന്നത്. സ്ട്രോങ് ഫോഴ്സിനെ നോക്കുമ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ സ്ട്രെങ്ത് 10⁻39 ആണ്. ഓക്കെ, അതായത് 1/10⁻39 അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ സ്ട്രെങ്ത്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെക്കാട്ടിലും വളരെ വളരെ വീക്കാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പിന്നെ എന്താണ് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് വീക്കാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ടോട്ടലായിട്ട് ഇഗ്നോർ ചെയ്യുക ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. അതില്ലെങ്കിൽ മാത്രമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ മാതിരി ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇൻഫിനിറ്റ് റേഞ്ച് ഉള്ള ഒരു ഫോഴ്സാണ്. ഓക്കെ, ഇനി ഈ നമ്മുടെ ഫിസിക്സിൽ ഏറ്റവും സക്സസ്ഫുൾ തിയറീസിൽ ഒന്നാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ തിയറി. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റിയിട്ട് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാം, നമുക്ക് ഇതിനെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി എന്ന് നമുക്ക് പറയാം. കാരണം അത്ര സക്സസ്ഫുൾ ആണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക്കിനെ പറ്റിയിട്ടുള്ള തിയറി ഫിസിക്സിലുള്ളത്. അത് ക്ലാസിക്കൽ ഫിസിക്സ് ആയാലും ശരി, ക്വാണ്ടം ഫിസിക്സ് ആയാലും ശരി. ക്വാണ്ടം ഫിസിക്സിൽ ഈ ഇലക്ട്രോമാഗ്നറ്റിസത്തിന്റെ തിയറിന്റെ പേര് ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ് ആണ്. ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ്. ഇത് ക്വാണ്ടം മെക്കാനിക്സിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റിയിട്ടുള്ള തിയറി. ഓക്കെ, അപ്പോ ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സും വളരെ ഒരു സക്സസ്ഫുൾ തിയറിയാണ്. ക്ലാസിക്കൽ ഫിസിക്സിലും ഇലക്ട്രോമാഗ്നറ്റിസത്തിനെ പറ്റിയിട്ടുള്ള തിയറി വളരെ സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഫിസിക്സിലത്തെ ഒരു സക്സസ്ഫുൾ ഒരു ഫീൽഡാണ്, സക്സസ് ക്രിയേറ്റ് ചെയ്ത ഫീൽഡാണ് ഇലക്ട്രോമാഗ്നറ്റിസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഫോഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അതെന്താ ചെയ്തിന് അങ്ങനെ പറയണ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ നിൽക്കുകയാണെന്ന് വെക്കുക. നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കാലിന്റെ അടിയിലുള്ള മോളിക്യൂൾസിന്റെയും ആ നിലത്തിന്റെയും മോളിക്യൂൾസിന്റെയും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ കാരണമാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് നമ്മൾ ഇതപ്പോ ഇവിടെ ഓക്കെ, നമ്മളിപ്പോ ഞാൻ വരയ്ക്കണമെന്നില്ല, എന്തായാലും ഞാൻ പറയണേ ഉള്ളൂ. ഒരാൾ നിൽക്കുമ്പോൾ അയാളുടെ കാലിന്റെ അടിയിലുള്ള മോളിക്യൂൾസും ആറ്റംസും ആ നിലത്തിലത്തെ ആറ്റംസും മോളിക്യൂൾസിനെയും ഇലക്ട്രോസ്റ്റാറ്റിക് ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ഉണ്ടാവും, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ഉണ്ടാവും. ആ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ കാരണമാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. ശരിയാണ്, നമ്മൾ ഇപ്പോൾ ഒരു ചെയറിൽ ഇരിക്കുകയാണെന്ന് വെക്കുക. നമ്മൾ ചെയറിലിരിക്കുമ്പോൾ നമ്മുടെ ആ ചെയറിലത്തെ ആറ്റംസും മോളിക്യൂൾസും പിന്നെ നമ്മുടെ ചന്തിയിലത്തെ ആറ്റംസും മോളിക്യൂൾസും തമ്മിലുള്ള റിപ്പൾഷൻ കാരണമാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്. ശരിയാണ്. എന്താണ്, ഫോർ എക്സാമ്പിൾ ആ ചെയർ പെട്ടെന്ന് പൊട്ടിയാൽ നമ്മൾ താഴേക്ക് പോകും. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്, സമ്മതിച്ചു. പക്ഷെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല. ഇപ്പൊ നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടണമെന്ന് വെക്കുക. അങ്ങനെ ചാടിക്കൊണ്ട് താഴെ വരുമ്പോഴുണ്ടല്ലോ നമുക്കുള്ള സെൻസേഷൻ എന്ന് പറയുന്നത് ഒരു സെൻസേഷൻ ഓഫ് വെയിറ്റ്ലെസ്നെസ് ആണ്. നമുക്കൊരു സെൻസേഷൻ ഓഫ് വെയിറ്റ്ലെസ്നെസ് ആണ്. നമുക്കൊരു വെയിറ്റ്ലെസ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഇങ്ങനെയാണ് ആസ്ട്രോനോട്ട്സിനൊക്കെ ട്രെയിൻ ചെയ്യുക. ഒരു പ്ലെയിനിൽ കൊണ്ട് ഇരുത്തിയിട്ട് മുകളിൽ നിന്ന് ആ പ്ലെയിൻ ഇങ്ങനെ ഫ്രീ ഫോളിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഫ്രീ ഡൈവിങ് ചെയ്യും. അപ്പൊ അത് താഴെ വരണ വരെ ആ ആസ്ട്രോനോട്ട്സിന്റെ മേലെ സെൻസേഷൻ ഓഫ് വെയിറ്റ്ലെസ്നെസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്യണത്.
ഓക്കെ, അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരാൾ മുകളിൽ നിന്ന് ടെറസിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചാടുകയാണെങ്കിൽ ആ താഴെ വരണവരെ ഹി ഹാസ് നോ സെൻസ് ഓഫ് എനി ഫോഴ്സ്, ഇങ്ങനെ വെയിറ്റ്ലെസ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. താഴെ നിലത്തിൽ മുട്ടുമ്പോഴാണ് വിവരം അറിയുക. പക്ഷെ അത് മുട്ടുമ്പോൾ നിലത്തിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ആ ഫോഴ്സ് വന്നിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ മാഗ്നറ്റിസോ? മാഗ്നറ്റിക് ഫോഴ്സസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസിനെ വെച്ചിട്ട് മച്ച് വീക്കറാണ്. അതിനെപ്പറ്റി നമ്മൾ പിന്നെ സംസാരിക്കും. മാഗ്നറ്റിക് ഫോഴ്സസ് പൊതുവെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വീക്കാണ്. അപ്പൊ കൂടുതലും ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണത്. നമ്മൾ ഒരു സാധനം തൊടുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും നമ്മൾ ഒരു സാധനത്തിന് പിടിക്കുമ്പോഴും എല്ലാം ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഫോഴ്സ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ആണ്. സ്ട്രോങ് ഫോഴ്സ് ഒന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ക്വാണ്ടം മെക്കാനിക്സിന്റെ റെൽമിലാണ്. ഓക്കെ, അത് അറ്റോമിക് റെൽമിലാണ്, ന്യൂക്ലിയസിന്റെ റെൽമിലാണ്. അതൊക്കെ വേറെ. വീക്ക് ഫോഴ്സസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ മുതൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങാം. ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുന്നു. ഓക്കെ, ശരി.